OnePlus Nord Buds 3 Pro. പേര് കുറച്ച് വലിയ പേരാണ്. നമ്മളൊരു ഇയർബഡ്സ് വാങ്ങുന്ന സമയത്ത് മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കണം, പിന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കണം, പിന്നെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ടെന്ന് നോക്കണം, കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. കേസ് മൊത്തത്തിൽ വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. ഗ്ലോസി ഫിനിഷ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്യില്ല. മാർബിൾ ഫിനിഷൊക്കെ കൊടുത്തിട്ട് കാണാൻ കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ ഉണ്ട്. കേസിന്റെ വെയിറ്റ് വരുന്നത് 38 ഗ്രാമാണ്. അതുപോലെ തന്നെ ഓരോ ബഡ്സിന്റെ വെയിറ്റ് വരുന്നത് 5 ഗ്രാമിൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. യൂസ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളും നോക്കാനാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ് വരുന്നത്. പിന്നെ ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പോപ്പപ്പ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കും. ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. ഹേ മെലഡി എന്ന് പറയുന്നൊരു ആപ്പ് വരുന്നുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഫംഗ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ കേസിനകത്ത് വരുന്നത് 440 mAh ആണ് ഇതിനകത്ത് ബാറ്ററി വരുന്നത്. ഇതിനകത്ത് OnePlus അവകാശപ്പെടുന്നത് ഒറ്റത്തവണ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ നമുക്ക് മൊത്തത്തിൽ 44 മണിക്കൂർ ചാർജ് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബഡ്സിൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മുതൽ 12 മണിക്കൂർ ചാർജ് കിട്ടുമെന്നാണ് OnePlus പറയുന്നത്. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് 44 മണിക്കൂർ പോയിട്ട് 25 മണിക്കൂർ പോലും തികച്ച് കിട്ടിയിട്ടില്ല. മാക്സിമം എനിക്ക് കിട്ടിയേക്കുന്നത് 24-25 താഴെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കമ്പനി പറയുന്നതിനേക്കാളും അത്രയും കുറച്ച് ബാറ്ററി ലൈഫ് കിട്ടുന്നതെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. നമ്മൾ ആ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇതിനകത്ത് ബാറ്ററി ലൈഫ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതായത് നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന സംഭവം കിട്ടിയേക്കാം. പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് നോയിസ് ക്യാൻസലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങാൻ തന്നെ കാര്യം. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്ത് യൂസ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കമ്പനി പറയുന്ന ഒരു ബാറ്ററി ലൈഫ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യരുത്. നോയിസ് ക്യാൻസലേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് 49 ഡെസിബിളിൻ്റെയാണ് നോയിസ് ക്യാൻസലേഷൻ വരുന്നത്. അത് പക്കായാണ്, നല്ല കിടിലിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹാളിൽ വീട്ടുകാർ ഒത്തിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു, അവർ സംസാരിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ടിവിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇയർബഡ്സ് രണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതോ ലോകത്ത് പോലെ, നമ്മൾ മൊബൈലാണ് മൊബൈൽ, ലാപ്ടോപ്പിലാണ് ലാപ്ടോപ്പിൽ, ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മളൊന്നും അറിയില്ല. അത്രയ്ക്ക് കിടലിനാണ്. ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 തൊട്ട് 11 മണിക്കൂർ വരെ യൂസ് ചെയ്യാനുള്ള ചാർജ് കിട്ടുമെന്നാണ് പറയുന്നത്. കണക്ടിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതായത് നമുക്ക് 2 ഫോണുകളോ അല്ലെങ്കിൽ ഒരു ഫോണോ ഒരു ലാപ്ടോപ്പോ അങ്ങനെയുള്ള 2 ഉപകരണങ്ങൾ നമുക്ക് ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ മൊബൈൽ ഒരേ സമയം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണെങ്കിൽ കോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മൊബൈലിൽ കോൾ ഇതിനകത്ത് കിട്ടും. നമ്മൾ സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി ലാപ്ടോപ്പിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് സീംലെസ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഹാൻഡി ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ പോസ് ആവും, അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയാണെങ്കിൽ പാട്ട് പോസ് ആവും. നമ്മൾ തിരിച്ച് വയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് പ്ലേ ആവും. നമ്മൾ ആപ്പിളിൻ്റെ ബഡ്സിനകത്തൊക്കെയുള്ള സംഭവമാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മെയിനായിട്ട് വേണ്ടത് സൗണ്ട് ക്വാളിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാനത് ദിവസം ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അതിൽ കൂടുതലും എൻ്റെ ജോലി സംബന്ധമായിട്ട് കോളിങ്ങിനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മൈക്ക് നല്ല കിടിലൻ മൈക്കാണ്. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മറുവശത്തുള്ള ആൾക്ക് നമ്മൾ സംസാരിക്കുന്ന ഒരു ബഡ്സിലൂടെയാണെന്ന് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലാരിറ്റിയുള്ള നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ്. ഇനി സൗണ്ട് ക്വാളിറ്റി നോക്കാനാണെന്നുണ്ടെങ്കിലും മോശം പറയാനൊന്നുമില്ല. ഞാൻ മെലഡി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ആ മെലഡി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് 3-4 ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾ ബേസ് കൂടുതൽ കേൾക്കുന്ന ആളാണെങ്കിൽ ബേസിലോട്ട് മാത്രം ഇട്ടിട്ട് ബേസ് കൂട്ടി കേൾക്കാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. എനിക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ ഇഷ്ടപ്പെട്ട കാര്യം അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. ബേസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് എന്താ പറയുക, നമ്മളൊരു മെലഡി ആയിട്ടുള്ള സോങ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ്. എനിക്കിതിനകത്ത് ഒരേ ഒരു കാര്യം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഇതിനകത്ത് ബാറ്ററി ലൈഫ് മാത്രമാണ്. അത് ബാറ്ററി ലൈഫ് തീരെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഈ സെയിം പ്രൈസിൽ വരുന്ന നത്തിങ്ങിൻ്റെ CMF ബഡ്സ് ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ കൂടുതൽ ബാറ്ററി ലൈഫ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ നെഗറ്റീവ് എന്ന് പറയാൻ കാര്യം വേറൊന്നുമില്ല. ഇവർ 44 മണിക്കൂർ ബാറ്ററി ലൈഫ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പകുതി കിട്ടിയത് കൊണ്ടാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബഡ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും 30 മണിക്കൂറും 40 മണിക്കൂറൊക്കെ പറഞ്ഞാലും അതിൻ്റെ പകുതിയൊക്കെ കിട്ടാറുള്ളൂ. അത് തന്നെയാണ് ഇതിനകത്തും കിട്ടുന്നത്. ബാറ്ററി ലൈഫ് ഒരു 20 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, നല്ല ബാസ് ഉള്ള, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ബഡ്സ് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.